കാല മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇജ്ലിസ് ബിനാ നുഅ്മിൻ സാഅത്തൻ, നമ്മോടൊപ്പം നിങ്ങൾ ഇരിക്കൂ, നമുക്ക് ഒരു വേള വിശ്വാസിയാകാം എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാസികളായ ഈമാൻ കൊണ്ട് ഈമാൻ്റെ കാവൽ ഭടന്മാരായി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ദീനിയായ ദഅവത്തിൻ്റെ കാര്യങ്ങളിലും മറ്റെല്ലാ കാര്യങ്ങളിലും സമൂലമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സഹാബത്താണ്. അവരെ ചൂണ്ടി അവരോടായിട്ട് മുആദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇജ്ലിസ് ബിനാ നുഅ്മിൻ സാഅത്തൻ. അപ്പോൾ ആ പ്രയോഗം മുആദ് റളിയല്ലാഹു തആല നടത്തിയതിലൂടെ ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? ഈമാൻ എന്ന് പറഞ്ഞെന്നാണ് ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അൽ യഖീനു അൽ ഈമാനു കുല്ലുഹു. യഖീൻ, ഉറപ്പ് എന്ന് പറഞ്ഞാൽ വിശ്വാസസംബന്ധിയായ കാര്യത്തിൽ നമുക്കുള്ള ഉറപ്പ്, ദൃഢത, കാഠിന്യം. അൽ ഈമാനു, അതാണ് വിശ്വാസം. കുല്ലു, അതാണ് സമൂലം, മുഴുവനുമായ വിശ്വാസം. അതാണ് കുല്ല് പോലത്തുകൊണ്ട്, ജമീ പോലത്തതുകൊണ്ട്, അജ്മഈൻ പോലത്തതുകൊണ്ടൊക്കെ തഅക്കീദ് ചെയ്ത് ശക്തിപ്പെടുത്തി പറയുമ്പോൾ അത് പല കാര്യങ്ങൾ ഉള്ള ഒരു വിഷയത്തെയാണ് കുല്ല് എന്ന് ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? ഒരെണ്ണം മാത്രമുള്ളെങ്കിൽ നഫ്സുഹു ഐനുഹു എന്നാണ് തഅക്കീദ് ചെയ്ത് പറയുന്നത്. അപ്പോൾ കുല്ലുകൊണ്ട് ഈമാനെ തഅക്കീദ് ചെയ്ത് റസൂൽ റളിയല്ലാഹു തആല ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? മഅരിഫത്തുൽ ഖൽബ്, അല്ലെങ്കിൽ അൽ ഇഅ്തിഖാദുൽ ജാസിമ ബിൽ ഖൽബ് ഫഖത്ത്. അതല്ലാത്ത അതടക്കമുള്ള, അതുൾപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു സമ്മേളനമാണ് എന്ത് വരുന്നത്? ഈമാൻ, അതിൻ്റെ പൂർണ്ണത എന്നും ഈ പറഞ്ഞ പ്രയോഗത്തിൽ നിന്നും മനസ്സിലാക്കാം. അതാണ് ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി ചെയ്യുന്നത്. ഈമാൻ്റെ ആ ഒരു വിശാലതയെ കുറിക്കുന്ന ആ അർത്ഥം ഇവിടുന്ന് കിട്ടുന്നത് കൊണ്ടാണ് അൽ ഈമാൻ കുല്ലുഹു എന്നുള്ള റളിയല്ലാഹു തആലാന്റെ കൗല് കൊണ്ടുവരുന്നത്. ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലാ യബ്ലുഗുൽ അബ്ദു, അടിമ എത്തുകയില്ല ഹഖീഖത്ത തഖ്വ, തഖ്വയിൽ ഹഖീഖത്തായ തഖ്വയ്ക്ക്. ഹഖത്തുഖാത്തിഹിന്ന് ഖുർആനിൽ ആയത്തിറങ്ങിയല്ലോ, എന്നെ വഴിപ്പെടേണ്ടുന്ന പ്രകാരം അതിൻ്റെ ഹക്കനുസരിച്ച് നിങ്ങൾ വഴിപ്പെടണം. ശാപത്തെല്ലാം വിറച്ചുപോയി. അപ്പോൾ തഖ്വയധിഷ്ഠിതമായ ജീവിതം നിലനിർത്തി കൊണ്ടുപോകുന്ന സഹാബത്തിലേക്ക് ആയത്തിറങ്ങുകയാണ്. അപ്പോൾ ആയത്ത് ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്തു? സഹാബത്തെല്ലാം അതിൽ ഈ ഞങ്ങൾ ചെയ്യുന്നതിൽ എന്തോ അപര്യാപ്തത, പോരായ്മ, കുറവുണ്ടല്ലോ എന്ന ചിന്തയായി. മനസ്സിലായില്ലേ? പിന്നെ മസ്തത്താഴ്ത്തും അത്തിയുള്ള മസ്തത്താഴ്ത്തും ഇത് സഹാബത്തിനൊരു അർജായപ്പോൾ, ഒരു പ്രശ്നമായി, ഒരു വിഷയമായി. ഇതെങ്ങനെ ഇനി ഇതിനൊരു പരിഹാരം പറഞ്ഞിരിക്കുന്ന അല്ലാഹു തആലയല്ലേ, അള്ളാഹുവിൻ്റെ അടിമകളല്ലേ നമ്മൾ. അപ്പോൾ അല്ലാഹു തആല ഇങ്ങനെ ഒരു ഓർഡർ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ നിലപാടുകൾ, ഈ പ്രവർത്തനം, ഈ രീതി ഇനിയും വർദ്ധിപ്പിക്കാനുണ്ട്, ഏറാനുണ്ട് എന്നുള്ള ആ ഒരു ഉദ്ദേശം അതിലുണ്ടെന്ന് മനസ്സിലാക്കുമല്ലോ. അതിൻ്റെ ലാഹിറ് നോക്കുമ്പോൾ. അപ്പോൾ അല്ലാഹു തആല അവർക്ക് സ്വാതന്ത്ര്യമായി സമാധാനം കൊടുക്കുകയാണ്. അത്തിയുള്ള മസ്തത്താഴ്ത്തും, നിങ്ങളെന്താണ് അള്ളാഹുവിന് നിങ്ങൾ കഴിയുന്നത് പോലെ, കഴിയും പ്രകാരം, കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയുന്നതാണ് ആശ്വാസത്തിൻ്റെ ആഹ്വാനം അവരിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടോ? ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ലാ യബ്ലുഗുൽ അബ്ദു ഹഖീഖത്ത തഖ്വ, ഒരടിമ എത്തുകയില്ല, തഖ്വയുടെ ഹഖീഖത്തിനെ എത്തിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഈ തഖ്വ എന്ന് പറയുന്നത്, ഹുദ എന്ന് പറയുന്നത്, ഈമാൻ എന്നൊക്കെ പറയുന്നത്, ഇസ്ലാം എന്നൊക്കെ പറയുന്നത്, സഹീൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആലയുടെ നിലപാടനുസരിച്ച് എല്ലാം സെയിമാണ്. സെയിം. ഇതെല്ലാം ഒരേ അർത്ഥന കൽപ്പനയുള്ള പ്രയോഗങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തഖ്വയുടെ ഹഖീഖത്തിനെ എത്തിക്കില്ല എന്ന് പറഞ്ഞാൽ ഈമാൻ്റെ ഹഖീഖത്തിനെ ഞങ്ങൾ എത്തിക്കില്ല. ഹത്താ യദഅ മാ ഹാക ഫിസ് സദർ, ആൾ ഉപേക്ഷിക്കുന്നത് വരെ. മാ ഹാക ഫിസ് സദർ, അയാളുടെ ഹൃത്തടത്തിൽ സംശയമുള്ള ഒന്നിനെ ആ ആൾ ഉപേക്ഷിക്കുന്നത് വരെ. അപ്പോൾ ഉപേക്ഷയായ കാര്യങ്ങളും, മദ്യം ഉപേക്ഷിക്കുക, വ്യഭിചാരം ഉപേക്ഷിക്കുക,
കളവ് നടത്തൽ ഉപേക്ഷിക്കുക, കവർച്ച ഉപേക്ഷിക്കുക, കള്ളം പറയൽ ഉപേക്ഷിക്കുക. ആ ഉപേക്ഷകളും എന്താണ്? തഖ്വയുടെ ഹഖീഖത്താണ്. അതോ ഈമാനിൻ്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്നിവിടെ വരികയാണ്. അപ്പം പ്രവർത്തനങ്ങൾ, നിസ്കാരം, നോമ്പ്, ഹജ്ജ് പോലുള്ള പ്രവർത്തനങ്ങളെ പോലെ തന്നെ നമ്മോട് ഉപേക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ അതും എന്താണ്? തഖ്വയുടെ ഹഖീഖത്താണ് എന്ന് പറയുമ്പോൾ അതും ഈമാനികമായ കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാണ് ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി കൊണ്ടുവരുന്ന ഒരു വിഷയം. അപ്പം നമുക്ക് വ്യഭിചാരം പാടില്ല, കള്ളുകൂടി പാടില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് സുതരാം വ്യക്തമായി ലറൂറത്ത് നിലയ്ക്ക് ദീനിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷെ സ്വദറിൽ നമുക്ക് സംശയമുള്ള കാര്യം, അത് ചെയ്യാമോ ചെയ്യാൻ പാടില്ല, ആ സംശയം ഇടുന്നുണ്ടായതാ. കാരണം ഈ ഈമാൻ്റെ ഇസ്ലാമിൻ്റെ ആ ഒരു സ്ഥിതിയും സ്വഭാവവും രീതിയും അതിൻ്റെ നിലപാടും നോക്കുമ്പോൾ ആ കാര്യം നമുക്കെന്താണ്? ചെയ്യാമോ ചെയ്യാൻ പാടില്ലയോ എന്ന് സംശയം വരാം. മനസ്സിലാവണ്ടോ? ആ കാര്യം ഞാൻ ചെയ്യുന്നത് നല്ലതാണോ നല്ലതല്ലേ, അപ്പോൾ അള്ളാഹുത്താല അനുവദിച്ചതാണോ അനുവദിച്ചതല്ലേ, ശരിയല്ലേ? അപ്പം അങ്ങനെ സ്വദറിൽ നമുക്ക് എന്താണ് ഷെക്കുണ്ടാവുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് തൃപ്തിക്കും താല്പര്യത്തിനും കുറഞ്ഞ പക്ഷെ അള്ളാഹുവിൻ്റെ അനുവദനീയതയ്ക്ക് കീഴിലെങ്കിലും വരുന്നതാണോ എന്ന് സംശയം വരുമ്പോൾ അത് വേണ്ട, ആ കാര്യം അത് വേണ്ട, അത് ചെയ്യണ്ട. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു മനസ്ഥിതിയിലേക്ക് ഒരു മനുഷ്യൻ മാറുന്നുണ്ടെങ്കിൽ മനസ്സിലായോ? എന്താ ചങ്ങാതിക്കാ ചെയ്താൽ പിന്നെ കുഴപ്പമെന്ന് പലർക്കും ആൾക്ക് തോന്നാം. ഇവിടുന്ന് വലിച്ചു വാരി പിടിച്ചങ്ങോട്ട് കൊണ്ടാണെന്നില്ലല്ലോ. എത്രയോ 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, 50-60 പവൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, അതിലേറെ ഉണ്ടാവും. ഒന്നുമില്ല. വയനാട് ചൂരൽമലയിൽ 6 ലക്ഷം രൂപ ഏലം വിറ്റ് കിട്ടിയ ആശൻ്റെ ഉണ്ടായിരുന്നു, 50-60 പവൻ സ്വർണ്ണം എൻ്റെ കഴുത്തുണ്ടായിരുന്നു. ഒന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ വിചാരിക്കുന്ന പ്രകാരത്തിൽ നമ്മുടെ ഈ ജീവിത വണ്ടി ഇങ്ങനെ ഓടിപ്പോവും എന്ന് ധരിച്ചിട്ട് ഇങ്ങനെ വാരി പിടിക്കുക. മനസ്സിലായില്ലേ? കേട്ടോ? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുയുടെ അസർ മുമ്പ് പറഞ്ഞില്ലേ, അസറുകളാൽ കൊണ്ടുവരും. ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി പാളത്തിന് എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ? അവകാല മുജാഹിദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു, ശറഅലക്കും, നിങ്ങൾക്ക് ശരീഅത്തായി നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് ശരീഅത്തായി എന്താണ്? നിർബന്ധമായി അനുഷ്ഠിക്കാനായി ദൃഢമായി നിങ്ങൾ നൽകിയിരിക്കുന്നു. അതായത് ഔസൈനാക്ക, അങ്ങേക്ക് നാം വസിയത്തായി ഏൽപ്പിച്ച് നൽകിയിരിക്കുന്നു. വസിയത്ത് എന്ന് വെച്ചാൽ ദൃഢമായി ഉറപ്പിച്ച് പറഞ്ഞ് ഏൽപ്പിച്ച് തന്നിരിക്കുന്നു അർത്ഥം. മുഹമ്മദ് എന്നവരെ വയ്യാഹു, അദ്ദേഹത്തിനും ഇബ്രാഹിം മൂസ വഈസ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ ചൂണ്ടിപ്പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൻ്റെ മിസ്ല് അതേതുപോലെയാണ് മുൻഗാമികളായ അമ്പിയാക്കൾക്കും മുർസലീങ്ങൾക്കും നൽകപ്പെട്ടിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലായില്ലേ? വാന റസൂലുള്ളാഹ് വാന അബ്ദുഹു വറസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ആപ്തവാക്യം, കലിമത്തുൽ തൗഹീദ്, കലിമത്തുൽ ഉലിയ, അത് തന്നെയാണ് അടിസ്ഥാനപ്പെടുത്തിയുള്ള ശറഅ് തന്നെയാണ് നിങ്ങൾക്ക് നാം വസിയത്തായി നൽകിയിട്ടുള്ളത് എന്ന് മുജാഹിദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ആയത്തിൻ്റെ തഫ്സീർ പറയാം. തഫ്സീർ മുജാഹിദിൻ്റെ തഫ്സീർ ഇബ്നു കസീർ കേട്ടിട്ടില്ലേ? തഫ്സീർ ജലാലി പഠിക്കുന്നില്ലേ? തഫ്സീർ മുജാഹിദ്, തഫ്സീർ ബഗവി, ഒരുപാട് തഫ്സീറുകളുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ എടുത്ത് നോക്കണം നമ്മൾ. നോക്കാൻ സമയം എടുത്ത് കയ്യിലെങ്കിലും പിടിക്കാം കുറച്ച് നേരം. അപ്പോൾ ആ കിതാബ് കണ്ടിട്ടുണ്ടെന്ന് പറയാലോ, കിതാബിനെ കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് പറയാലോ. മനസ്സിലായില്ലേ? കിതാബ് എടുക്കാത്ത ആൾക്കാരൊക്കെ കിതാബ് എടുക്കാത്ത ആൾക്കാരെല്ലാം മുസ്ലിങ്ങൾ അധികം വരും. മനസ്സിലായല്ലോ? കിതാബ് ഒന്ന് എടുക്കുക, അതൊരു ഭാഗത്താണ് അവരോട് സ്നേഹം പ്രകടിപ്പിച്ച് വളരെ അർത്ഥപൂർണമായ ഗ്രന്ഥത്തോടുള്ള മഹത്വം കൽപ്പിച്ചുകൊണ്ട് എടുക്കുക. അല്ലിമു ഷായിറല്ലാഹ്, ഖുർആൻ
അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക? ബഹുമാനിക്കുക, ആദരിക്കുക. ആ അല്ലിമു ഷായിറുള്ള അല്ലേ? പിന്നെ തഖ്വൽ ഖുലൂബ് അന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞെന്താ? തഖ്വൽ ഖുലൂബ്, ഇത് ഹൃദയങ്ങളുടെ തഖ്വയിൽപ്പെട്ടതാണ് കേട്ടോ. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ശിർഅത്തം വ മിൻഹാജ. ശിർഅത്തം വ മിൻഹാജ സൂറത്തുൽ മാഇദയിൽ വരുന്ന ആയത്തിന്റെ ഭാഗമാണ്. ആ ഭാഗത്തെ സംബന്ധിച്ച് റഈസുൽ മുഫസ്സിരീൻ ആരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, മുഫസ്സിരീങ്ങളുടെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്. അദ്ദേഹം പറയാണ്, റളിയല്ലാഹു തആല അൻഹു പറയാണ്, എന്താണ്? സബീലം വ സുന്നത്ത, ശിർഅത്തം വ മിൻഹാജ എന്ന് പറഞ്ഞാൽ എന്താണ്? ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅത്തം വ മിൻഹാജ. അതാണ് ആയത്ത്. എല്ലാവർക്കും, നിങ്ങൾപ്പെട്ട എല്ലാവർക്കും എന്താണ്? ശിർഅത്തം വ മിൻഹാജ, ശിർഅത്തിനെയും മിൻഹാജിനെയും സബീലം വ സുന്നത്ത, മാർഗത്തെയും ചര്യയെയും നാം എന്താണ്? ആക്കി തന്നിരിക്കുന്നു. ശരീഅത്തു, ശിർഅത്ത് ശരീഅത്താലോ, മാ ശറഅഹുല്ലാഹു ലിഇബാദിഹി മിനദ്ദീൻ, അല്ലാഹു തആല ദീനിനാൽ അടിമകൾക്ക് ശരീഅത്തായി നൽകിയിരിക്കുന്നത് എന്തോ ആ ഒന്നിനെന്ന് പറയണേ ശരീഅത്ത്, ജീവിത പദ്ധതി. ശരീഅത്ത് എന്താ? ജീവിത പദ്ധതി. ഞാൻ ഇങ്ങനെ ഇരിക്കണം, മനസ്സിലായില്ലേ? തലയും കുത്തിയിരിക്കാൻ പാടില്ല, അതത് കെട്ടിരിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? അതോടുകൂടി ഇരിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ വലതേ കൊണ്ട് കഴിക്കണം, വലതേ കൊണ്ട് കഴിക്കാൻ പാടില്ല. ഹറാമൊന്നുമില്ല, അത് അതതിന് മാറ്റണം. വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണം. ജീവിത പദ്ധതി, മനസ്സിലായില്ലേ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിവാഹ ജീവിതത്തിൽ കിടക്കുന്നതിന് നിക്കാഹിൻ്റെ കർമ്മം പൂർത്തിയാക്കണം. മനസ്സിലായില്ലേ? മക്കളെ വളർത്തേണ്ട ഇങ്ങനെ, മരിച്ചു കബറടക്കേണ്ട ഇങ്ങനെ, കുട്ടി ജനിച്ചു അതിന് തുടക്കം മുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ. ശരീഅത്ത് ജീവിത പദ്ധതി, ജീവിത പദ്ധതിയാണ് ഇസ്ലാം എന്ന് പറഞ്ഞ പാട്ട് പാടൂലേ കേട്ടോ. ശരീഅത്ത് എന്ന് വെച്ചാൽ എന്താണ്? മാ ശറഅഹുല്ലാഹു ലിഇബാദിഹി മിനദ്ദീൻ. കേട്ടോ, അതാണ് പറയണേ. ശിർഅത്തൻ എന്ന് പറയുമ്പോൾ ശരീഅത്തിന്റെ മറ്റൊരു പ്രയോഗമാണ് ശിർഅത്തൻ വ മിൻഹാജ കേട്ടോ. പിന്നെ മിൻഹാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തരീഖുൽ വാളിഹ് എന്നാണ് അതിൻ്റെ ലഫ്ലർത്ഥം. നഹ്ജ്, മിൻഹാജ് എന്ന് വെച്ചാൽ വിസ്തൃതമായ വഴി കേട്ടോ. വിസ്തൃതമായ വഴി എന്നാണ് അതിൻ്റെ ലഫ്ല് അർത്ഥം പോകുന്നത് കേട്ടോ. ബാബു ദുആഉക്കും ഈമാനുക്കും, നിങ്ങളുടെ ദുആ നിങ്ങളുടെ ഈമാനാണ് എന്നതിനെ സംബന്ധിച്ച് പറയുന്ന പാഠം, അടുത്ത പാഠമാണ്.